ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റിലെ ദുരന്തമുഖത്തേക്കുള്ള യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തെറ്റായിപ്പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമന്ത്രിയുടെ വിദേശയാത്ര കേന്ദ്ര സർക്കാർ തടഞ്ഞ നിലപാടുകളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്ന് വി.ഡി. സതീശനും പ്രതികരിച്ചു. യാത്രാ അനുമതി നൽകാത്തതിലൂടെ കേരളത്തോട് കേന്ദ്രം സ്വീകരിച്ച് തെറ്റായ സമീപനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇത്തരമൊരു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാദത്തിൻ്റെ സമയം അല്ല, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു മന്ത്രിയെ അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു. വീണ ജോർജ് ഇവിടെ വരെ വന്നതാണ്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത്. നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഗവൺമെൻറ് വിടാൻ തീരുമാനിച്ചത്. അവിടെ പോയി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അധികം ചികിത്സ തേടി ആശുപത്രിയിലുള്ളവരും നമ്മുടെ ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതിന്, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഇതാദ്യമായിട്ടുള്ളൊരു സംഭവമല്ലല്ലോ. ഒരു കണ്ണീരിൻ്റെ മുഖത്തിൽ, ദുഃഖത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒരു പ്രതിനിധി അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നടപടി സ്വീകരിച്ചത്. ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണരുത്. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, അവർക്ക് ഓരോ ചുമതലകളുണ്ട്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ അനേകം. ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി. ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്.